അർഹതയുണ്ടായിട്ടും മുൻകാലങ്ങളിൽ PF ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോയ ജീവനക്കാർക്ക് വലിയ ആശ്വാസവുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വിഹിതം ഈടാക്കാതെ തന്നെ വിട്ടുപോയവരെ PF-ൽ ചേർക്കാൻ തൊഴിലുടമകൾക്കുള്ള അവസാന അവസരം കൂടിയാണിത്. ഒക്ടോബർ 31 വരെ നീളുന്ന ഈ പ്രത്യേക വിൻഡോ വഴി വെറും 100 രൂപ പിഴയടച്ച് തൊഴിലുടമകൾക്ക് പഴയ രേഖകൾ നിയമപരമായി ശരിയാക്കാം. എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 എന്ന പദ്ധതിയെക്കുറിച്ച് വിശദമായി നോക്കാം. ആർക്കാണ് അർഹത എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. 2009 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ EPF പരിരക്ഷ ലഭിക്കാൻ അർഹതയുണ്ടായിട്ടും അതിൽ ഉൾപ്പെടാതെ പോയ ജീവനക്കാർക്ക് ഈ അവസരം നേട്ടമാകും. അതേസമയം ഇവിടെ ഒരു പ്രധാന നിബന്ധന കൂടിയുണ്ട്. ഈ പദ്ധതി പ്രകാരം പേര് നൽകുന്ന സമയത്ത് ജീവനക്കാർ ജീവിച്ചിരിപ്പുണ്ടാവുകയും അതേ സ്ഥാപനത്തിൽ തന്നെ തുടർന്നും ജോലി ചെയ്യുന്ന ആളുമായിരിക്കണം. ജോലി വിട്ടുപോയ ജീവനക്കാരെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. മുമ്പ് അർഹരായ ജീവനക്കാരെ EPF-ൽ ചേർക്കാൻ വിട്ടുപോയ തൊഴിലുടമകൾക്ക് തങ്ങളുടെ രേഖകൾ നിയമപരമായി ശരിയാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. മാറ്റങ്ങൾ നേട്ടമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. മുമ്പ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് EPF വിഹിതം പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ ആ തുക ഇനി ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല. ജീവനക്കാരിൽ നിന്ന് ഈ തുക ഈടാക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ തൊഴിലുടമകൾക്ക് ഇതിലൂടെ സാധിക്കും. വിട്ടുപോയ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. പഴയ രേഖകൾ ശരിയാക്കുന്നതിനായി തൊഴിലുടമ അവരുടെ വിഹിതവും പലിശയും അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും മാത്രം അടച്ചാൽ മതിയാകും. നാമമാത്രമായ 100 രൂപ മാത്രമാണ് ഒറ്റത്തവണ പിഴയായി ഈടാക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതൊരു ഒറ്റത്തവണ അവസരമാണ്. 2026 ഒക്ടോബർ 31 വരെ മാത്രമേ ഈ വിൻഡോ ലഭ്യമാകൂ. എൻറോൾമെന്റ് പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് നടക്കുക. ഉമാങ് ആപ്പിലെ ഫേസ് ഐഡന്റിഫിക്കേഷൻ ഉപയോഗിച്ച് ജീവനക്കാർക്ക് പുതിയ UAN ഉണ്ടാക്കാം. തൊഴിലുടമകൾ EPF പോർട്ടലിലെ EEC 2026 മൊഡ്യൂൾ വഴി വേണം വിവരങ്ങൾ നൽകാൻ. ചലാൻ വഴി പണമടച്ച ശേഷം ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ സൈൻ ഉപയോഗിച്ച് അന്തിമ രേഖ സമർപ്പിക്കണം. തൊഴിലുടമകൾ തങ്ങളുടെ പഴയ പെറോൾ രേഖകൾ ഉപയോഗിച്ച് അർഹരായവർ ആരും പുറത്തു പോയിട്ടില്ല എന്ന് ഒക്ടോബർ 31 മുമ്പ് ഉറപ്പുവരുത്തുകയും ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.